ഓ സർക്കിൾ അദ്ദേഹം അപ്പനെ മറന്നിട്ടില്ല. നിന്നെ എനിക്ക് അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റൂ? അല്ല, ഒരു പാർട്ടി ഉണ്ടായിരുന്നല്ലോ നിന്റെ കൂടെ, അവനെവിടെ? ഓ കളഞ്ഞു. അരെ നീയോ അവനോ? പിടിച്ചോ, പൊക്കിക്കോ. ഇങ്ങോട്ട് കൊണ്ടുപോകല്ലേ. എന്റെ പുഷ്കരൻ ചേട്ടാ, എന്നെ ഒന്ന് വേഗം വിട്, നേരും അങ്ങ് ഇരുട്ടി. പ്രായമായൊരു കുട്ടികളും അങ്ങ് നേരത്തെ വീട്ടിൽ പോട്ടെ. തങ്കമണിക്ക് ഒറ്റയ്ക്ക് പോവാൻ പേടിയാണെങ്കിൽ മില്ലിൽ അടച്ചിട്ട് ഈ പുഷ്കരൻ ചേട്ടൻ തന്നെ നിന്നെ കിട്ടിക്കൊണ്ടുപോയാൽ. ചേച്ചി പോയാട്ടെ, ഞാനിവന്റെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവാ. തൊട്ടുപോലെ തന്നെ മെയിൻ സ്വിച്ച്. അല്ല വേണ്ട, വാടക തരാത്തോണ്ട് നിന്റെ ഫ്യൂസ് ഞാൻ ഊരിക്കൊള്ളാം. അങ്ങനെയല്ല, അമ്പലത്തിൽ വെച്ചു കുറുമൊഴിക്കുന്നിൽ വെച്ചു കുപ്പിവള ചിരിച്ചുടഞ്ഞു. അവതാളം അടിക്കാടോ. ഇവനൊക്കെ എവിടുന്ന് വരണേ? അപസ്വരം പാടിയാൽ അവതാളം അല്ലാതെ പിന്നെ ഏത് താളം അടിക്കുക? അവര് പാവം പ്രകൃതദോഷികള്, നീ പിടിക്കേ. അതെ പിടിക്കേ. അമ്പലത്തിൽ വെച്ചു കുറുമൊഴിക്കുന്നിൽ വെച്ചു കുപ്പിവള. എന്റെ ഭഗവതി, ഒടുക്കത്തെ തീറ്റി നിന്നിട്ട് ഈ കോളത്തിലായതേ ഉള്ളൂ. ഇവന്മാരെ ഇന്ന് ഞാൻ പാർത്തേക്കും. അല്ല ഭാവതര, ഇതെന്നെ ഭാവിച്ചോണ്ടാ? ഇതെന്ത് പാട്ട്? ഏത് രാഗം? രാഗം പന്തുവരാളി. പന്തുവരാളി തന്നെ പന്ത് കെട്ടുന്ന പോലെ തട്ടും. ഈ പാട്ടിന് ആള് പോവും തീർച്ചയാ. ശുദ്ധ കലയ്ക്ക് ഈ നാട്ടിൽ ഒരു വിലയില്ല അമ്മ. ഓ, ഒരു ശുദ്ധ കൊല. കഴിഞ്ഞ ബാലയ്ക്ക് ആ അപ്പുകുട്ടിന് 1 മണിക്കൂറിന്റെ 8 പാട്ടല്ലേ ചിട്ടപ്പെടുത്തിയത്? അതും നല്ല ഒന്നാന്തര പാട്ട്. അമ്മാവാ, ഇവർക്കൊക്കെ പറ്റിയത് എല്ലാ ഇളയരാജയോ ദേവരാജനോ ഒക്കെയാണ്. നമ്മളെപ്പോലുള്ള ശുദ്ധ കലാകാരന്മാർക്ക് ഇവിടെ ഒരു സ്ഥാനമില്ല. ശരിയാ, നമുക്ക് ഇതൊക്കെ വലിയ എവിടാ വളക്കേകാവുള്ളൂ, ഒടിക്കരുത്. നമ്മളിത് ഏതായാലും ചെയ്യാവുന്നേ. നമുക്കിതൊക്കെ വൃത്തിയായിട്ട് ചെയ്യാം. ചെയ്യല്ലേ? ആ, നമുക്ക് സ്വരം ഒന്ന് മാറ്റി പിടിക്കാം. നീ മധ്യമത്തിൽ പിടിച്ചേ. മധ്യമം ആ, പിടിക്കട്ടെ. ധൈര്യമായിട്ട് പിടിടാ. എടി കൊച്ചെ, ഞാൻ മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. നിന്റെ അമ്മ ചെറുക്കം പോക്കാം. എന്താ ടീച്ചർ, അവൻ ആ പാട്ട് കൊളവാക്കിയെന്നു. നല്ല ഒന്നാന്തരം കവിതയല്ലായിരുന്നു. അയ്യോ, കേട്ടില്ലേ അവന്റെ ഒരു പന്തവരാളി? എനിക്കങ്ങോട്ട് ചൊറിഞ്ഞു കയറുന്നു. ഞാനത് ടീച്ചറിനോട് പറയാനിരിക്കായിരുന്നു. രമണന് സംഗീതമേ അറിയില്ല. അയ്യോടി എന്റെ കൊച്ചേ, അരങ്ങേറ്റത്തിന് എത്ര ദിവസമുണ്ട്? നീ എന്താ ഇത് നേരത്തെ പറയാഞ്ഞേ? ഞാനത് എങ്ങനെ പറയും ടീച്ചർ? അച്ഛൻ. ആഹാ, അച്ഛനോ? എനിക്ക് എന്റെ കാര്യം നോക്കാതിരിക്കാൻ ഒക്കത്തില്ല. സരോജിനി, നീങ്ങി വന്നേ. ടീച്ചർ ഇങ്ങോട്ട് വരാൻ. ആഹാ, ഞാനിപ്പോ വരാം. അയ്യോട്ടോ, നിർത്ത്. ഇത് ഏതവനെ എഴുതിയ പാട്ടാണ്? ഒരുമാതിരി കത്ത് എഴുതണ പോലെ പാട്ട് എഴുതി വെച്ചിരിക്കുന്നു. ഇത് കമ്പോസ് ചെയ്യാൻ പറ്റൂല. കവിയെ വിളിക്ക്. എഴുതേക്കാൻ. അമ്മാവനും മരുമാനും എഴുന്നേറ്റാട്ടെ. 2 ഉപ്പ് ഇറങ്ങണം ഇവിടുന്ന്. 10:30 ബസ് ഉണ്ടെന്ന് തോന്നുന്നു. അതിക്കൊരു സ്ഥലം എടുപ്പോ. അമ്മാവാ, ഈ നടക്കേറി ഞാൻ തയ്ക്കൂല. സുഗന്ധിയെ വിളിച്ചോണ്ട് ഇപ്പൊ ഇറങ്ങണം. ഓ, അയാളുടെ ഒരു സുഗന്ധി വലിയ ഹേമമാലിന്യാണെന്നായിരിക്കും വിചാരം. വിളിച്ചോട്ട് പോടുന്നു. അതിന് ടീച്ചർ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? പിന്നെ ഞങ്ങളങ്ങ് പോയേക്കാം. സുഗന്ധി ഇവിടെ നിന്നോട്ടെ, അരങ്ങേറ്റത്തിന് അന്ന് ഞങ്ങളിങ്ങ് വരാം. ആ, അതാ നല്ലത്. തനിക്ക് വിവരമുണ്ട്. ഇവിടെ കൊണ്ടോടെ എന്റെ പാട്ട്. ഓ, ഒരു സംഗീത കോളാമ്പി. തന്റെ ഈ കുന്തോക്കെ എടുത്തിട്ട് വേഗം പോ. അമ്മാവാ, ഇത് നമ്മുടെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. എടാ, ഇനി ഇവിടെ നിന്നാൽ എന്റെ മോള് പുറത്താവും. പിന്നെ എന്റെ ഗതി പെരുവഴി. നിന്റെ നന്നായിരുന്നു കേട്ടോ. ശരി. കൺഗ്രാജുലേഷൻ.
ഞാനൊന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. പരിപാടി ഇഷ്ടപ്പെട്ടോ ആവോ? അതുകൊണ്ടല്ലേ നർത്തകിയെ നേരിട്ട് അഭിനന്ദിക്കാൻ വന്നത്. സുഗന്ധി, ഇത് സുരേഷ് മുതലാളി. നമസ്തേ. ആ, കുട്ടിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അയ്യോ മുതലാളി, സിനിമ ആ, ഒരു പടം നിർമ്മിക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അല്ല, കുട്ടിയുടെ രക്ഷകർത്താക്കളൊക്കെ? അയ്യോ ഞാനിവിടെ ഉണ്ട്. ഞാനെല്ലാം കേട്ടു മുതലാളി. എന്റെ മോളുടെ വലിയ ആഗ്രഹമാ സിനിമയിൽ അഭിനയിക്കണമെന്ന്. മുതലാളി, മുതലാളി തന്നെ എന്റെ മോളെ ഒന്ന് പൊക്കണം. ആ, എന്താ കൈമളാശാന ഇത്? ആശാൻ ഇത്തിരി കൂടിപ്പോയി ഇല്ലേ? അമ്മാവൻ ഇത്തിരി ഫിറ്റാ. ഏയ്, ഏത് കലാകാരി ഒന്ന് പൊക്കി വിട്ടാലേ മുന്നോട്ട് വരൂ. ഒരവസരം വേട്ടെ. എന്റെ മോളെ ജയപ്രദയും ശ്രീദേവിയും എല്ലാവരെയും വെട്ടും. ഛേ, അതേടാ. ശ്രീദേവിയോ? സുഗന്ധിയുടെ മുമ്പിൽ ശ്രീദേവിയൊക്കെ ആര്? പക്ഷേ സഹകരിക്കണം. കേട്ടോ മുതലാളി, അവള് സഹകരിക്കും. വേണമെങ്കിൽ ഞാനും സഹകരിക്കാം. അതുകൊണ്ട് മാത്രം കാര്യമില്ല. ആദ്യമായിട്ട് അലമേലുവിന്റെ അലവലാതി കമ്പനിയിൽ നിന്ന് മാറണം. നമ്മളെപ്പോലുള്ളവർക്ക് അത് മോശമല്ലേ? പിന്നല്ലാതെ എന്തോന്ന് പാല്. മുറച്ചെറുക്കന്മാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം. എന്നവിടുന്ന് രാജിവെക്കുന്നു. അടുത്ത ആഴ്ച മദ്രാസിൽ, അതിനടുത്ത ആഴ്ച ഷൂട്ടിംഗ്. അതിനടുത്ത ആഴ്ച ശ്രീദേവിയും ജയപ്രദയും ഔട്ട്. നിന്റെ കച്ചവടം മുടക്കണ്ടെന്ന് വിചാരിച്ച അങ്ങോട്ട് വന്ന് പറയാണ്ടിരുന്നത്. ഉസ്മാന്റെ കത്തുണ്ടായിരുന്നു. എന്താ വിശേഷം? വിസ ശരിയായ? ആ, ശരിയാവും. അവൻ 2 ആഴ്ചക്കുള്ളിൽ വരും. പക്ഷേങ്കില് നമ്മൾ വിചാരിച്ച തുകയിലൊന്നും ഒതുങ്ങൂല അപ്പുകുട്ട. നീ കൊടുത്ത അഡ്വാൻസ് കൂടാണ്ട് 15,000 രൂപ കൂടെ ഏജന്റിന് കൊടുക്കണം എന്നാ കത്തില്. 15,000 രൂപയോ? ഇവന്റെ അബൂക്ക ഈ അവസാന സമയത്ത് ഇങ്ങനെ പറഞ്ഞ? ഉസ്മാന്റെ കുറ്റല്ല. അതെനിക്കറിയാം. ഞാൻ എത്ര കൂട്ടിയാലും കൂടൂല അബൂക്ക. അഡ്വാൻസ് കൊടുത്തത് തന്നെ ആകെ സമ്പാദ്യ. 15,000 രൂപ എന്ന് പറയുമ്പോ ആലയും വീടും ഒക്കെ വിറ്റാലും അത്രയും വരില്ല. ഞാനൊരു വഴി പറയട്ടെ. മംഗലത്ത് അമ്മച്ചിയോട് ചോദിച്ചാലോ? ഏയ്, ഞാനങ്ങനെ അവരോടൊന്നും വാങ്ങാറില്ല. പിന്നെ എന്താ ഒരു വഴി? എന്റെ പോക്ക് മുടങ്ങും അബൂക്ക. നീ ഇവിടെ നിന്നോ. അമ്മ എന്താ ഈ സമയത്ത്? മനസ്സിന് വിഷമം വന്നാ പിന്നെ നേരവും കാലം